സോ അങ്ങനെ കാത്തിരുന്ന് നമുക്ക് വീണ്ടും ഒരു വേൾഡ് കപ്പ് ഫൈനൽ എത്തിയിരിക്കുകയാണ്. സ്പെയിൻ വേഴ്സസ് അർജന്റീന. സോ ഒരു ബാർസ ഫാൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു വേൾഡ് കപ്പ് ഫൈനലാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബാർസ പ്ലെയേഴ്സാണ് ഈ വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിനു വേണ്ടി കളിക്കുന്നത്. ആൻഡ് എല്ലാത്തിനും മുകളിലായിട്ട് നമ്മളെ ഒക്കെ, അതായത് ഒരു 90% ബാർസ ഫാൻസ് ആക്കാൻ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഈ 8 പേർക്കെതിരെ ഓപ്പോസിറ്റും കളിക്കുന്നത്. സോ ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇഫ് മെസ്സിക്ക് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് കിട്ടിയാലും സന്തോഷം തന്നെ. ബട്ട് ലമീൻ യമാൽ, കുബാർസി, പെഡ്രി അല്ലെങ്കിൽ സ്പാനിഷ് ടീമിന് ഒട്ടാകെയായിട്ട് രണ്ടാമത്തെ വേൾഡ് കപ്പ് കിട്ടിയാലും സന്തോഷം തന്നെ. കാരണം എന്തെല്ലാം ഉണ്ടായാലും ഒരു ലാമാസിയ ടച്ചുള്ള ഒരു ഫൈനൽ തന്നെയാണ് ഇന്നത്തെ ഫൈനൽ. സോ ഫസ്റ്റ് കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് 2 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന ടീമുകൾ തമ്മിലുള്ളൊരു മത്സരമായിരിക്കും. അതായത് ഒരു കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു കംപ്ലീറ്റ് ടീം വേഴ്സസ് ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റർ ആയിട്ടുള്ള ടീം. ഒരു ടാക്ടിക്കലി ഡിസിപ്ലിൻഡ് ടീം ആയിട്ടുള്ള ഒരു ടീം വേഴ്സസ് ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റർ ആയിട്ടുള്ള ടീം. അങ്ങനെയായിരിക്കും ഈ കളീൻ്റെ ഒരു സെറ്റപ്പ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനേൻ്റെ കളികൾ നമ്മൾ കണ്ടാൽ അറിയാം അർജന്റീന എത്രമാത്രം ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റർ ആണ്. അവരുടെ നോക്കൗട്ടിലെ എല്ലാ കളികളും, റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ വരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിനായിട്ടും ഈജിപ്തിനായിട്ടും കാപ്പവേർഡിനായിട്ടും ഇംഗ്ലണ്ടിനായിട്ടും എല്ലാവരെയായിട്ടും അവർ നല്ല ഫൈറ്റ് അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അവരതുപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കളിയൊക്കെ അതേപോലെ ജയിച്ചു കയറി വന്നൊരു ടീമാണ്. സോ അവർ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഫസ്റ്റ് ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ ഇനി ഇംഗ്ലണ്ടോ അർജന്റീന ആര് വന്നു കഴിഞ്ഞാലും ഈ ഫൈനലിന് യാതൊരുവിധ പ്രശ്നവുമില്ല, സ്പെയിൻ തന്നെ ചാമ്പ്യൻ എന്നുള്ള ഒരു നിലപാടിലാണ് ഞാൻ ഉണ്ടായത്. ബട്ട് അർജന്റീനയുടെ ഈ മെൻറ്റാലിറ്റി കൊണ്ട് മാത്രം ലൈക്ക് ഇതൊരു ഓപ്പൺ ഫൈനലാണ്. ആൻഡ് ഓൾസോ ആ ടീമിലൊരു മാഡ്മാൻ ഉണ്ട്, അതാണ് മെസ്സി. അയാളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് പുള്ളി എല്ലാ കളികളിലും പുള്ളി കാണിച്ചു തരുന്നതാണ്. ഞാനൊക്കെ കളി ഇഷ്ടപ്പെടാൻ തന്നെ കാരണം മൂപ്പരാണ്. സോ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കഴിവ് മീൻസ് ഒരു ലിമിറ്റില്ലാത്തൊരു മനുഷ്യനാണ്. എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പ്രെഡിക്റ്റും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ അയാൾക്ക് കളീൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു ഓപ്പൺ ഗെയിമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. സ്പെയിൻ ക്ലിയർ ഫേവറേറ്റ് ആണോ അർജന്റീന ക്ലിയർ ഫേവറേറ്റ്സ് ആണോ എന്നൊന്നുമില്ല. ലൈക്ക് ബട്ട് ദർ ഇസ് ആൻ സിസ്റ്റം ഈ കളിയിലേക്ക് പോകുമ്പോൾ. അതായത് സ്പെയിൻ ഒരു പ്രോപ്പർ ടീം, ഒരു വെൽ ഡിസിപ്ലിൻഡ് ടീമും ഇവരൊരു മെൻറ്റാലിറ്റി മോൺസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടീമുമാണ്. സ്പെയിനിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് അവരെ പൊസിഷനും പിന്നെ അവരുടെ ഡിസിപ്ലിൻ സ്ട്രക്ചറുമാണ്. ഈ 2 അഡ്വാൻറ്റേജ് അവർക്ക് ഗുണകരമാണ്. പ്ലസ് അവരെ മിഡ്ഫീൽഡ് ഡൊമിനൻസും, അതായത് റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ കളിക്കുന്ന മിഡ്ഫീൽഡ് അവർക്ക് കംപ്ലീറ്റ്ലി ഡൊമിനൻ്റ് ആണ് അർജന്റീനയെക്കാൾ. അർജന്റീന മിഡ്ഫീൽഡ് കംപ്ലീറ്റ് ഡൗൺ ആണ്. മീൻസ് മെസ്സി ഇറങ്ങി വന്ന് ബോൾ എടുത്ത് ഇതായി കളിക്കുന്ന എൻസോ ആയാലും ക്രിയേറ്റീവായിട്ട് ഒരു കളിയൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ വേൾഡ് കപ്പിൽ. അർജന്റീനൻ്റെ ക്രിയേറ്റീവ് പാസുകളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ബിൽഡിങ്ങോ ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു നോർമൽ മിഡ്ഫീൽഡ്, ഒരു ബേസിക് മിഡ്ഫീൽഡ് എങ്ങനെ കളിക്കുന്നു ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ വേൾഡ് കപ്പിൽ. അതുപോലെ സ്പെയിൻ്റെ ഡിസഡ്വാൻറ്റേജും ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് തന്നെയാണ്. അതായത് ഓവർ പൊസഷൻ കീപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ചാൻസ് അവർ യൂട്ടിലൈസ് ചെയ്യാറില്ല സ്പെയിന്. ഓവർ പൊസിഷൻ കേൾക്കുമ്പോൾ ആ ചാൻസുകളൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ തന്നെ സ്പെയിന് പകുതി ഗോളുകൾ കയറും. കിട്ടുന്ന ചാൻസ് കറക്റ്റ് സമയത്ത് ഫിനിഷ് ചെയ്യുക. ലമീൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഫിനിഷിങ് ക്വാളിറ്റി ഇല്ലാത്ത. ആ ഭയങ്കര ഡ്രിബിളിങ്ങും ഇതും എല്ലാം 100ൽ 100 ആണ്. പക്ഷേ എൻഡ് പ്രൊഡക്റ്റ് മൂപ്പരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ലമീനിന്. അതൊരു വലിയ ഇത് തന്നെയാണ്. നേരെ മറിച്ച് സ്പെയിന് കിട്ടാൻ പോകുന്ന അനുഗ്രഹം എന്താന്ന് പറഞ്ഞാൽ ലമീൻ ഒന്നും കൂടി നാളെ ഒരു 2-3 റണ്ണും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലമീൻ്റെ മേത്ത് 2 പ്ലെയർ മാർക്ക് ചെയ്യാൻ എന്തായാലും ഇടും അവർ. അന്നേരം ഡാനി ഓൾമോക്കും
ഒയർസബാളിനും ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. ഇഷ്ടംമാതിരി എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി. ഡാനിയൽ മോക്കൊക്കെ ടൈറ്റ് സ്പേസിൽ ഇത്രയും ബെസ്റ്റ് പ്ലെയർ ഇപ്പോൾ വേൾഡ് ഫുട്ബോളിലേ ഉണ്ടാവും എന്നുള്ള സംശയം. അത്രയും കിട്ടില്ലേ. ലൈക്ക് ഈ വേൾഡ് കപ്പിൽ വൺ ടച്ചിൽ കളി മാറ്റുന്നത്. ആ ഫ്രാൻസിനായിട്ടുള്ള കളിയിൽ പെഡ്രോ പോളോ അടിച്ച ഗോളൊക്കെ ഒറ്റ ടച്ചിലാണ് ആ പാസ് പൊട്ടിക്കുന്നതും ആ ഡിഫൻസിന് മൊത്തം പൊട്ടിക്കുന്ന വൺ ടച്ചിലാണ്. സോ പെഡ്രോ പോറോ ഡാനി ഓൾമോ വളരെ ക്രൂഷ്യലായിരിക്കും. ഡാനി ഓൾമോയും നമ്മളെ ഒയർസബാലും ഇവർ രണ്ടാളും വളരെ, കാരണം എല്ലാ ഡിഫൻസും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലമീൻ്റെ മേത്തായിരിക്കും. പക്ഷെ അറ്റാക്ക് ഇവർ ത്രൂ ആയിരിക്കണം സ്പെയിന് കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അലക്സ് ബേനിയനെ പിന്നെ വിട്ടേക്കാം, അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂപ്പരൊരു ഡമ്മി റണ്ണറോ ഒന്നും നടക്കുന്നില്ല മൂപ്പരെ കൊണ്ട്. ലൈക്ക് ഒരു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അവിടെ വേറെ ആള് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡിഫൻസീവിന് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് മൂപ്പര് ബയാന. അതേപോലെ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നാളത്തെ മാച്ചിനെ പറ്റിയും കുക്കുറയ്യ വേഴ്സസ് മെസ്സി. ഈ ഒരു 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 ബാറ്റിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതിനെയാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കുക്കുറയ്യ ഒരു കഴിഞ്ഞ 2-3 സീസണിലെ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്സ് ആണ്. വേൾഡിലും പ്രീമിയർ ലീഗിലെയും വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്സ് ആണ്. ആൻഡ് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ നമ്മൾ കണ്ടതാണ് ലമീൻ യമാൽ, ഇപ്പോഴത്തെ വേൾഡിലെ ഏറ്റവും ടോപ്പ് വിങ്ങേഴ്സായ ലമീൻ യമാൽ, പെഡ്രോ നീറ്റോ ഇവരൊക്കെ എങ്ങനെയാണ് കണ്ടന്റ് ചെയ്യുന്നത്. പ്രീമിയർ ലീഗിലെ എല്ലാ വിങ്ങേഴ്സിനെയും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഡിഫൻഡറാണ്. അതായത് ബോഡി ഇട്ട് ഫിസിക്കലായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നത്. ആ ഒരു ബാറ്റിൽ കാണാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ മെസ്സി കഴിഞ്ഞ കളിയിലത്തെ പോലെ മിഡിൽ ത്രൂ ഉള്ള അറ്റാക്കിൽ നിന്ന് മാറി മെസ്സി വിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ കുക്കുറയായിട്ടുള്ള ഒരു ബാറ്റിൽ നല്ല രീതിക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ കുബാർസി എത്രത്തോളം നന്നായിട്ട്, റോഡ്രിഗോന് ഏറ്റവും കൂടുതൽ ഈ സ്പാനിഷ് ടീമിൽ പാസ് പെർസെൻറ്റേജ് ഉള്ളത് കുബാർസിക്കാണ്. സോ നല്ല ബാക്കിൽ നിന്ന് പ്ലേ ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ. സോ കുബാർസി വളരെ ക്രൂഷ്യലായിരിക്കും. കുബാർസി നല്ല പോലെ പെർഫോം ചെയ്യേണ്ടി വരും നാളെ ഈ അർജന്റീന ടീമിനെ അറ്റാക്കിൽ ഹോൾഡ് ചെയ്യേണ്ടിക്കൽ. അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരും. അതുപോലെ ഇവരെ സ്പെയിൻ്റെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നോക്കുന്നത്, ഇവരെ വിങ് ബാക്സ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് കുക്കുറേ ആയാലും പെഡ്രോ പോറോ ആയാലും നല്ല രീതിയിൽ കയറി അറ്റാക്ക് ചെയ്യും. അതിൽ അർജന്റീനക്ക് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിനെ പോലെ കൗണ്ടർ അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അർജന്റീനക്ക് ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. ആ ഇതിൽ കൗണ്ടർ അടിക്കാൻ പറ്റണം. പക്ഷെ അതിന് പറ്റിയ പ്ലേയേഴ്സ് ഇപ്പോൾ അർജന്റീനയിലില്ല. അതായത് പണ്ടാണെങ്കിൽ ഒരാളുണ്ടായിരുന്നു ഡീമറിയൻ്റെ കുറവ് ശരിക്കും ഇപ്പോഴത്തെ അർജന്റീനിയൻ ടീമിൽ കാണാനുണ്ട്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമറിയനെ പോലെ ഒരു റണ്ണർ, അല്ലെങ്കിൽ ഒരു ഡമ്മി റണ്ണർ, ഒരു ഫിനിഷർ, ഒരു എന്താ പറയുക, ഒരു വിങ്ങർ ആ ടീമിൽ കുറവ്. അൽമാഡനെ കൊണ്ടൊന്നും നടക്കൂല. അൽമാഡൊന്നും വെറുതെയാണ്, മൂപ്പരെ കൊണ്ടൊന്നും നടക്കൂല. പക്ഷെ അങ്ങനത്തെ ഒരു പ്ലെയർ ആ ഒരു പ്രൊഫൈലുള്ള പ്ലെയർ അർജന്റീനക്ക് കിട്ടിയിട്ടില്ല ഈ വേൾഡ് കപ്പിൽ. സോ അത് മെസ്സിൻ്റെ അടുത്ത് ആ ഒരു കിടിലൻ പാസ്, ഒരു ഡിഫൻസ് ബ്രേക്കിംഗ് പാസ് വന്നു കഴിഞ്ഞാൽ, ലൈൻ ബ്രേക്കിംഗ് പാസ് വന്നു കഴിഞ്ഞാൽ ഓടിയെടുക്കാൻ ആളില്ല അവർക്ക്. ആ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ രണ്ടാമത് അടിച്ച ഗോളില്ല, മെക്കാലിസ്റ്റർ ആ ഒരു കിടിലൻ കൗണ്ടർ അറ്റാക്ക് അടിച്ച ആ ഗോൾ, അതുപോലത്തെ ഗോൾ അടിക്കാൻ ഈസി ആയിട്ട് പറ്റും ഇവർക്ക് സ്പെയിന് കൗണ്ടറിൽ പിടിച്ചാൽ. പക്ഷെ സ്പെയിന് വിങ് ബാക്കുകൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സമയത്ത് അവർ നല്ല സോൾഡാണ് ഡിഫെൻസീവ്ലി. പക്ഷെ വിങ് ബാക്കിൽ അറ്റാക്ക് ചെയ്യുമ്പോഴും സ്പെയിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബോൾ കീപ്പിംഗ് എബിലിറ്റിയാണ്. ആ ബോൾ കീപ്പിംഗ് എബിലിറ്റി അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ അർജന്റീന. ബട്ട് അർജന്റീനേൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പോകുന്നത് ഫിസിക്കാലിറ്റിയാണ്. അവർ സ്പെയിൻ എത്ര ബോൾ വെച്ച് കളിച്ചാലും അവർ ഫിസിക്കലി നല്ല പോലെ സ്പെയിനിന് പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ലമീൻ യമാലായിരിക്കും അവരുടെ മെയിൻ ടാർഗറ്റ്. അതുപോലെ ബോൾ വെച്ച് കളിക്കുന്ന റോഡ്രി ആയാലും ഒൽമോ ആയാലും ഇവരൊക്കെ ഇടികൊണ്ട് പെരങ്ങുന്ന ആളാണ്, അതെനിക്ക് ഉറപ്പാണ്. കാരണം ആ ഒരു ഇവർ നല്ല ഫിസിക്കലായിട്ടിരിക്കും ഈ ഗെയിം കളിക്കുന്നത്. അത് തന്നെയാണ് ഇവർ ഇംഗ്ലണ്ടിൻ്റെ എടുത്തത്, എല്ലാവരും എടുത്ത് നല്ല എടുക്കുന്നത് ആ ഒരു രീതിയാണ്. ഫിസിക്കലായിട്ട് ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്ത് മറ്റേ ടീമിനെ മെൻ്റലി തളർത്തുക. ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ഫൈനലിൽ ഇറങ്ങുക. പിന്നെ ഓൾറെഡി അർജന്റീനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് ഓൾറെഡി വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചത്. ബാക്ക് ടു ബാക്ക് ലാസ്റ്റ് കളിച്ച 4 ഫൈനൽസും ജയിച്ചിട്ട് വരുന്നൊരു ടീമാണ്. അതായത് കോപ്പ അമേരിക്ക 2021, വേൾഡ് കപ്പ് ഫൈനൽ 2022,
പിന്നെ ഫിനാലിസ്മ, അതുപോലെ കോപ്പ അമേരിക്ക 2025 5 4 സോറി, ഇതൊക്കെ ജയിച്ചിട്ട് വരുന്ന ടീമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇവർ ഓൾറെഡി വേൾഡ് കപ്പ് ജയിച്ചൊരു ടീമാണ്. അതുകൊണ്ടൊരു വേൾഡ് കപ്പ് ഫൈനലിൽ എങ്ങനെ കളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും ഇതൊക്കെ ആ ഒരു മെൻറ്റാലിറ്റിയിലും ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ടീമായതുകൊണ്ട് കൊണ്ടും ഇവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ സ്പെയിനും ഒട്ടും മോശക്കാരല്ല. സ്പെയിൻ ആയാലും ഇപ്പം ഡിഫ്ലുവൻ്റെൻ്റെ അണ്ടറിൽ അവർ ഒളിമ്പിക് മെഡലും നേടിയിട്ടുണ്ട്. അതേപോലെ യൂറോ 2024, പിന്നെ അതേപോലെ കഴിഞ്ഞ നേഷൻസ് ലീഗ് ഫൈനൽ എല്ലാം നല്ല രീതിയിൽ അവരും നല്ല ഫൈനൽ എല്ലാം കളിച്ച് വരുന്നൊരു ടീമായതുകൊണ്ട് ഇതൊരു എൻഡ് ടു എൻഡ് മാച്ച് ആയിരിക്കും. അത് എനിക്ക് 100% ഷുവർ. ഒരു ഇത് അർജന്റീന അല്ലാണ്ട് വേറൊരു ടീമാണെങ്കിൽ ഞാൻ 100% ഇവർക്ക് പറഞ്ഞേനെ സ്പെയിനിന് കപ്പ് പറഞ്ഞേനെ. ബട്ട് അർജന്റീനയൊക്കെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ബാക്കിയുള്ള കളികളെ പൊസിഷൻ വെച്ചിട്ടൊന്നും കളിക്കല അർജന്റീനയുടെ അടുത്ത് നടക്കൂല. ചവിട്ടി ബോൾ അവർ തിരിച്ചു മേടിക്കും, ചവിട്ടി പിടിച്ചിട്ട്. അതാണ് അർജന്റീനയുടെ ആ റിലൻലെസ് മെൻറ്റാലിറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു എൻഡ് ടു എൻഡ് ഗെയിം ആയിട്ടായിരിക്കും പോകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മോറോവർ മെസ്സി ഒരു ഫാക്ടർ തന്നെയാണ് ഈ ഫൈനലിൻ്റെ. മെസ്സി ഒരു ഗംഭീര ഫാക്ടർ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാത്തൊരു ചങ്ങായിയാണ്. മൂപ്പർക്ക് ഒരു മാഡ്മാൻ ആണ്. എന്തും കാട്ടും. അയാൾ ഒരു 10 സെക്കൻഡ് ബ്രില്യൻസ് മതി സ്പെയിൻ്റെ പെട്ടിയും കിടക്കയും പൂട്ടാൻ. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഗ്രേറ്റ് അല്ലേ. അപ്പോൾ പിന്നെ വേറൊന്നും പറയാനില്ല. എന്താ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിലച്ചിരിക്കാതെ ഒരു അടി കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ. സോ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ ഇതൊരു എൻഡ് ടു എൻഡ് ഓപ്പൺ മാച്ച് ആയിരിക്കും. വേൾഡ് കപ്പ് ഫൈനലാണ്. സോ ഇത് എങ്ങനെ പോകുന്നു, എന്ത് പോകുന്നു ഒന്നും അറിയില്ല. ആൻഡ് ഐ തിങ്ക് ഇതൊരു ഗ്രേറ്റ് ഗെയിം ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഫൈനലിൻ്റെ അത്ര വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സ്പെക്ടേറ്റേഴ്സിന് ഇതൊരു നല്ല മാച്ച് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഇപ്രാവശ്യത്തെ എൻ്റെ ടീം സ്പെയിനാണ്. ആൻഡ് ഐ തിങ്ക് ഐ വിഷ് സ്പെയിൻ ടു വിൻ ഇറ്റ്. ആൻഡ് അർജന്റീന ജയിച്ചാലും മെസ്സിക്ക് വേണ്ടി ഞാൻ ഹാപ്പിയാണ്. സോ നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ ഇൻ അനദർ വീഡിയോ.